തിരിയുന്നില്ല. Hi guys, so we are Ligara. So guys, we are going to Belgium. ഞങ്ങൾ ഇന്നൊരു സ്റ്റേക്കേഷന് പോവായിരുന്നു, രണ്ടുപേരായിട്ട്. And are you excited? You with me? ആക്ച്വലി ഇതൊരു സോളോ ട്രിപ്പാണ്. ഇതിന് ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ പെട്ടീനെ കൂട്ടിക്കൊണ്ടു. പക്ഷേ ഇവൾ ഞെട്ടാൻ പോകുന്നത് എൻ്റെ ഉത്തരവാദിത്വ ബോധവും എൻ്റെ മെച്യൂരിറ്റിയും കണ്ടിട്ടായിരിക്കും. ഇത് ഫുള്ള് നീ ഏറ്റെടുത്തോളൂ, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞോടാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ആക്ച്വലി ഫ്ലിക്സ് ബസ്സിനാണ് പോണത്, ഫ്ലൈറ്റിനല്ല. ആൻഡ് 8 മണിക്കൂർ ഇരിക്കണം. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി കയറി പോകണം. ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചു. പിന്നെ ഒന്നുമില്ല ഗൈസ്. ഇപ്പോൾ സമയം 2:30, 3:20 ഇല്ല. അതാണ് കളിയാക്കി പോയ പുള്ളി. ആക്ച്വലി പവിത്ര ഉണ്ടായിരുന്നു ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി അവൾക്ക് വരാൻ പറ്റിയില്ല. സോ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് പോയി. അവളുടെ എന്തോ എക്സ്റ്റേണൽ അനുസരിച്ചിട്ട് എന്തോ ഡൂഷനാന്ത് റൈറ്റ് ഫുൾ. സോ നമുക്ക് പോകാം. സോ ഗൈസ്, ഞാൻ കുറേ നാൾ വ്ളോഗ് എടുക്കാത്തതുകൊണ്ട് ഞാൻ മറന്നുപോയി. കുറേ നാൾ വ്ളോഗ് എടുക്കാത്തതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾക്കൊരു 3:20 ഫ്ലിക്സ് ബസ് വരും ഗൈസ്. അപ്പോൾ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങിയിട്ട് അത്യാവശ്യം തണുപ്പുണ്ട് ഗൈസ്. ആക്ച്വലി വണ്ടി ലേറ്റാണ് ഗൈസ്. 20-ന് എത്തേണ്ടതാ, 55-നാണോ ഇവിടെ എത്തുന്നത്? 20-ന് എത്തേണ്ടതാ, 50-നോ 55-നോ എങ്ങാണ്ട് എത്തുള്ളൂ. റീൽ ചെയ്യാം. പിന്നെ റീൽ ചെയ്യാൻ ടൈമുണ്ട്. അയ്യോ, പിന്നെ ഞങ്ങളിന്നെ പറയായിരുന്നു ഗൈസ്, ലൈക്ക് ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ജർമ്മനി നൈറ്റൊക്കെ ഭയങ്കര സേഫാണ്. പക്ഷെ എനിക്ക് അത്ര സേഫായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇവിടെയാണ് കുറേ ഹോംലെസ് പേഴ്സൺ, നമ്മുടെ നാട്ടിനേക്കാളും. ആൻഡ് മൊത്തം കിളി പോയ ടീംസാണ് ഇവിടെ. പേടിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അവർ കാണുമ്പോൾ തന്നെ പേടിയാകും. പ്രത്യേകിച്ചൊന്നും ചെയ്യൂലായിരിക്കും, പക്ഷെ അവർക്ക് ദേഷ്യം വന്നിട്ട് എപ്പോഴും എടുത്ത് കുത്തിയാലോ, ഞാൻ അങ്ങനെ ചിന്തിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പം ഇനി വണ്ടി വന്നിട്ട് കാണാം. ഗൈസ്, വി ആർ സ്റ്റിൽ വെയിറ്റിംഗ്. ഞങ്ങൾ റീലെടുത്തു, ഞങ്ങൾ റീൽസ് കണ്ടു, ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. സ്റ്റിൽ വണ്ടി വന്നില്ല. ഇത് കണ്ടോ ഗൈസ്, ഐബിസ് ബഡ്ജറ്റ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോണത്. നെയിൽസ് ഒന്നുകൂടെ കാണിച്ചേ. അല്ല, ഫോണല്ല ഇങ്ങനെ പിടിക്കൂ. ഇനി എങ്ങനെയാ പിടിക്കുള്ളൂ? മുടിയൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ആക്കും. അല്ല, ലൈക്ക് ആ ഡിസൈൻ ചെയ്ത നെയിൽസ് കാണാവോ? കാണാം. ഈ എൻഗേജ്മെന്റിനൊക്കെ ഇപ്പൊ എൻ്റെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നീ പറയടി നമുക്ക് നെയിൽസ് ചെയ്യാൻ പോയാലോ എന്ന് പറഞ്ഞ് നീ നിന്റെ ഡ്യൂട്ടിയാണ്. എങ്ങനെ മനസ്സിലായില്ല? എടി, പ്രപ്പോസൽ ചെയ്യുമ്പം നമ്മൾ അറിയില്ലല്ലോ. അപ്പൊ അത് നിന്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് വെറുതെ എടി നമുക്ക് ഇവിടെ കറങ്ങാൻ പോവാൻ, നമുക്ക് നെയിൽസ് ചെയ്യാൻ പോവാൻ, അല്ലാണ്ട് എൻ്റെ കൂടെ നെയിൽസിൽ എൻഗേജ്മെന്റ്. അപ്പൊ ഇതൊക്കെയാണ് മെയ്ഡ് ഓഫ് ഓണറിന്റെ ഡ്യൂട്ടി. കരള് കൊത്തിയ പെണ്ണെ, നിങ്ങളെല്ലാരും കേട്ടല്ലോ ഇവിടെ പറഞ്ഞത്. ഞാനും ബ്രൈഡ്സ് മെയ്ഡായ നല്ലയല്ലേ? ഒന്നും നടക്കില്ല. വല്ലപ്പോഴേ ചെയ്യുള്ളൂ. ചെയ്യുന്നില്ല, ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യും. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയെല്ലാം ചെയ്യും. കണ്ട സൂം ചെയ്ത് നോക്കട്ടെ. 328 ആവാന്ന് ഈ ചമ്മുട്ടോ അപ്പുറത്തോട്ട് പോയി. N1 അതാണ് തോന്നുന്നു. 328. അതെ. ഓക്കെ ഗൈസ്, പോട്ടെ. ഞങ്ങൾ ഏതാണേലും കാണിച്ചാൽ മതി.
അവിടെ എത്തിയിട്ട് നമ്മൾ അൻവർപ്പനിലാണ് ഇറങ്ങുന്നത്. നമ്മൾ ഓൾറെഡി കയറി ബെൽജിയത്തോട്ട് കയറി, പക്ഷേ ഇനി ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ. നോർമലി ചെക്കിംഗ് ഒക്കെ വരുന്നതാണ്, പക്ഷെ ഇപ്രാവശ്യം ചെക്കിംഗ് ഒന്നും വന്നില്ല. സെക്യൂരിറ്റി ചെക്ക്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് വണ്ടി പിടിക്കണം. അത് ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല ആക്ച്വലി. ട്രാമ് പേടിച്ചായി ചെറുതായിട്ട് ചേട്ടൻ ബോർഡ് വരും. അതാ അപ്പൊ ഇനി ഞങ്ങൾക്ക് പോയിട്ട് വേണം ഹോട്ടലിലോട്ട് പോവാൻ, ട്രാം കയറിയിട്ട്. നീ ഇനിയും കുഴപ്പമില്ലടി, ഞാൻ ഭയങ്കര ഇല്ല എനിക്ക് ചെറുതായിട്ട് എന്തോ സംഭവം തോന്നുന്നു. മാറി നിന്നേക്കും. എനിക്ക് എന്റെ കണ്ണ് വല്ലാണ്ട് പരന്നിരിക്കുന്ന പോലെ. അല്ല ഇവിടെ ഭയങ്കര കാറ്റാണ്. ഞങ്ങളങ്ങനെ ട്രാമിൽ കയറി. ട്രാമാണ് ഇവിടെ എന്താ ഇതിന് പറയണേന്ന് അറിയില്ല. മെട്രോ എന്നാ പറയുന്നേ? ആ ട്രാമായിരിക്കണം. ആ അപ്പം അതിൽ കയറി. ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ മറ്റേ ബസ് ലേറ്റ് ആണല്ലോ. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലത്തും ഗെൻറ്റിലോട്ടും ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം ഫ്ലിക്സ് ബസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ അത് വരുമ്പോഴത്തേനും ഞങ്ങളിനി ഹോട്ടലിൽ പോയി ചെക്കിൻ ചെയ്ത് റെഡി ആവണം. ഞങ്ങൾ ആക്ച്വലി വേഗം നോക്കണം, വേഗം ഫ്രഷായി വേഗം ഇറങ്ങണം, എന്നാലേ ഞങ്ങൾക്ക് ആ ബസ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ എന്താണ് ഇനിയിപ്പം ഈ വ്ലോഗ് ഞാൻ ഓർക്കുന്നു റൂം ടൂറും കൂടെ കാണിക്കാം. പക്ഷേ ഇനി തിരിച്ച് വന്നിട്ട് റൂം ടൂറും കൂടെ എടുത്തിട്ട് അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇന്നത്തെ ഈ വ്ലോഗ് നിർത്താം. അപ്പം ഞാൻ നിങ്ങൾക്ക് റൂം ടൂർ കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ടില്ലേ. നമുക്ക് റൂമിലോട്ട് പോവാം. സോ ഹസിക സുരേന്ദ്ര മീൻസ് ഹിയർ. ഹസിക സുരേന്ദ്രൻ ഫുഡ് കഴിക്കാൻ പോകാൻ റെഡിയാവും. മറ്റേ ആള് ഫുഡ് കഴിക്കാൻ പോകാൻ റെഡിയാവുണ്ടെന്ന് അവര് ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഗൈസ് ഇതാണ് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ബാത്റൂം ഉണ്ട്. ബാത്റൂം അല്ല, ടോയ്ലറ്റ് അല്ലേ? അത് ഞാനായി പെട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് റെഡി ആവാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ വാഷ് ഏരിയ. ആക്ച്വലി ഇപ്പം കുളിച്ചിറങ്ങിയതേ ഉള്ളൂ ഇവള്, അതുകൊണ്ട് നനഞ്ഞിരിക്കുക. ഞങ്ങളുടെ വാഷ് ഏരിയ ആക്ച്വലി ഇത് ട്രാൻസ്പെറൻ്റ് ആണ് ഗൈസ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഉള്ളിൽ കുളിക്കുന്ന ആളെ കാണാം, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇത് ഓട്ടയാണ്, ഇത് പിടിച്ച് വരയ്ക്കാനുള്ള ഓട്ടയാണ്. സോ അങ്ങനെ വന്നിട്ട് ആക്ച്വലി ഞങ്ങൾ 3 പേരായിരുന്നല്ലോ, ഞാനും അസിക്കും പവിത്രയായിരുന്നല്ലോ. സോ ഞങ്ങൾ 3 പേർക്കുള്ള റൂം ബുക്ക് ചെയ്തു. വണ്ടിയൊന്നും ബുക്ക് ചെയ്തില്ലെങ്കിലും റൂം ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ലൈക്ക് 3 പേർക്ക് വെച്ച് നോക്കുമ്പം ഭയങ്കര അഫോർഡബിൾ അല്ലേ? ഇതിപ്പോ എന്താ ഞങ്ങള് 2 പേര് ആയോണ്ടാണ് ഒരാൾക്ക് 103 ആയത്. 3 പേർക്കാണെങ്കിൽ ഒരാൾക്ക് 60 സംതിങ് അല്ലേ ആവുള്ളൂ. അപ്പം 60 സംതിങ്ങിന് 2 നൈറ്റ് 3 ഡേ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് റൂം. യെസ്. പിന്നെ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്, ഫുൾ സൈസ് മിറർ. പിന്നെ എന്താണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ലൈക്ക് അസിയൊക്കെ വെച്ച് 2 ബെഡും വേണമെന്നാണ് പറയുന്നത് കിടന്നുറങ്ങാൻ. അതുകൊണ്ട് പാവം ഞാൻ മേലെ ഉറങ്ങാം. പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് ആ വീട്ടിലത്തെ ചേട്ടൻ എന്തോ ചെയ്യുന്നതാണ്. ചേച്ചിയാണെന്നൊരു ഡ്രസ് നമുക്ക് താഴോട്ടേക്കൊക്കെ കാണാം ഗൈസ്. എടി ഈ ബാഗ് ഒന്ന് എടുത്തേടി, ഞാൻ തുറക്കട്ടെ. ഞങ്ങളുടെ കാർഡാട്ടോ, 3 കാർഡുണ്ട്. പവിത്രക്കും കൂടിയുള്ള കാർഡുണ്ട് ആക്ച്വലി. ഓ ഇതിവിടെ ലോക്കാ. തുറക്കാനാവൂല. തുറക്കാനാവുന്നില്ല ഗൈസ്. അപ്പം ഇവിടെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള വ്യൂ കാണാം.
പിന്നെ വി ഹാവ് എ ഫിലിപ്സിന്റെ ഒരു ടിവിയും കൂടെ നമുക്ക് അവർ തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ മലയാളം ചാനൽ കിട്ടുമോ ഞാനിന്ന് നോക്കുന്നതായിരിക്കും. ഞാൻ വന്നപാട് നോക്കിയില്ല, കാരണം ലൈക്ക് വന്നപാട് ഹോം ടൂറൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഭയങ്കര ക്ഷീണം കാരണം എടുക്കാൻ പറ്റിയില്ല. ദൈവമേ, മലയാളം ചാനൽ കിട്ടണേ. മലയാളം അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തേലും യൂട്യൂബ് കണക്ട് ചെയ്തിട്ടാണെങ്കിലും എന്തേലും കാണായിരുന്നു. ആരാ ഇത്? ഈ ഡച്ചൊക്കെ ആർക്ക് മനസ്സിലാവടാ? നമുക്ക് 10 അടിച്ചു നോക്കാം. എടി നാട്ടിലെ ടി വി ഞാൻ പറഞ്ഞു. ഫ്രാൻസ്, അതേതാ? ഫ്രാൻസ് അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് ഒരു ഗസ് വെച്ച് പറഞ്ഞേ. പോയി അടിച്ചു പോയി. ഹുണ്ടേട്ട് നോക്കട്ടെ. ചാനൽ ഈസ് നോട്ട് ഇൻസ്റ്റാൾഡ്. ഓക്കെ, അപ്പൊ മലയാളമൊന്നുമില്ല. ഓക്കെ, ഓഫ് ചെയ്യട്ടെ. ടി വിയും കണ്ട് ഞാൻ ഇരുന്നാൽ ഇതുപോലെ തന്നെ പറപ്പിക്കും. ഓക്കെ ഗൈസ്, എന്റെ വിരള് കയറി വന്നതിൻ്റെ ഇടയിൽ.